ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കെ.എസ്.ആർ.ടി.സിയിൽ നടത്തിവരുന്ന പുതിയ പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജു വലിയ ലാഭകരമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രിക് ബസ്സുകൾ അത് നഷ്ടമാണ്, അതുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ല, പുതിയ ഈ ബസ്സുകൾ വാങ്ങേണ്ടതില്ല എന്നായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. അത് വലിയ വിവാദമായിരിക്കുന്നു, വലിയ അതൃപ്തി വരുത്തി വച്ചിരിക്കുകയാണ്. മുന്നണിക്കുള്ളിൽ തന്നെ പലരും വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM-ൽ നിന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരവ് ചെലവ് കണക്കുകളൊന്നും പരിശോധിക്കാതെയാണ് മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്ന തരത്തിൽ CPM പോലും കൈവിട്ടിരിക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ. ഇവിടെ ഒരു മന്ത്രിയല്ല, ഒരു മന്ത്രിസഭയുണ്ട്, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് മന്ത്രിസഭയാണ് എന്ന തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ തുടക്കത്തിൽ തന്നെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അജിംസ, 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും വലിയൊരു വിമർശനം നേരിടേണ്ടി വന്നിരിക്കുന്നു, വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ഹീറോ ആവാൻ ശ്രമിച്ചത് പാളിപ്പോയതാണോ കെ.ബി. ഗണേഷ് കുമാറിന്? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഒന്ന്, ഈ KSRTC എന്ന വകുപ്പ് ഗതാഗത വകുപ്പേ തനിക്ക് വേണ്ട എന്ന നിലപാടായിരുന്നു ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത്. സിനിമ വേണമെന്നായിരുന്നു. സിനിമ വേണമെന്നായിരുന്നു. ഈ KSRTC അല്ലെങ്കിലും ഗതാഗത വകുപ്പ്, പ്രത്യേകിച്ചും KSRTC ഒരു തലവേദന തന്നെയാണ്. കാരണം KSRTC ഉള്ളിടത്തോളം കാലം ഗതാഗത വകുപ്പ് തലവേദന തന്നെയാണ്. ഇപ്പോൾ ഗണേഷ് കുമാർ മുമ്പ് ആ വകുപ്പ് ഭരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാതിൽ എന്താണ് നടക്കുന്നത്, KSRTCയുടെ നിലവിലെ അവസ്ഥ എന്താണ്, സർക്കാരിന് KSRTCയോടുള്ള സമീപനം എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ചും ഈ K-Swift വന്നതോടുകൂടി ഈ KSRTCയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഈ തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ്സുകൾ സംബന്ധിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു പ്രശ്നം, ഇലക്ട്രിക് ബസ്സുകൾക്ക് ഡീസൽ ബസ്സുകളേക്കാൾ വില കൂടുതലാണ്. 4 ഡീസൽ ബസ് വാങ്ങാം ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന നേരം കൊണ്ടാണെന്നാണ്. അപ്പോൾ മെയിൻ്റനൻസ് സൗകര്യമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഡീസൽ ബസ്സിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ ഇലക്ട്രിക് ബസ്സിന് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇലക്ട്രിക് ബസ് ഓടുന്നത് 10 രൂപ ടിക്കറ്റാണ്, ഏറ്റവും മിനിമം 10 രൂപ അങ്ങനെ എന്തോ ടിക്കറ്റിലാണ് ഓടുന്നത്. അപ്പോൾ അത് സ്വകാര്യ ബസ്സുകളെ ബാധിച്ചിട്ടുണ്ട്, ഓട്ടോറിക്ഷക്കാരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള പരാതിയുടെ പുറത്താണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഡീസൽ ബസ് ഉപയോഗിച്ചാൽ പോരെ എന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇത് ഈ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ച്, തിരുവനന്തപുരം സിറ്റി ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊല്യൂഷൻ കുറവായിരിക്കും എന്നുള്ളൊരു വലിയ ഉപകാരമുണ്ട് അതിന്. അപ്പോൾ അതിനെ CPM-ലെ നിരവധി പേർ, ഉദാഹരണത്തിന് മേയർ ആര്യ രാജേന്ദ്രൻ, VK പ്രശാന്ത് MLA തുടങ്ങിയവർ പിന്തുണയ്ക്കുന്നു. ഇലക്ട്രിക് ബസ്സാണ് നല്ലത്. കാരണം VK പ്രശാന്തിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹം മേയറായിരുന്ന സമയത്ത് അവിടുത്തെ ഈ മാലിന്യ സംസ്കരണത്തിലൊക്കെ അദ്ദേഹം വളരെ ഊർജിതമായി ഇടപെട്ട ഒരു മേയറാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വികസനത്തോട് അദ്ദേഹത്തിന് എന്താണ് ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടായിരിക്കും ഇലക്ട്രിക് ബസ്സിനെ പിന്തുണയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഗണേഷ് കുമാർ ഇത് ഒറ്റയടിക്ക് പറയാൻ പല കാരണങ്ങളുണ്ട്. ഗണേഷ് കുമാറിന് ഒന്ന് KSRTCയിലെ മുൻ അനുഭവ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം തൊഴിലാളി യൂണിയനുകളുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ ഈ ഇലക്ട്രിക് ബസ് സംവിധാനത്തെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കേട്ടിട്ട് അദ്ദേഹം അത് പറയുകയാണ്. പക്ഷെ ഇത് ഇദ്ദേഹം പറയുന്നത്, ഞാൻ കാണുന്നത് ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് KSRTC ഒന്ന് ഒഴിവാക്കി തരാമോ, ഗതാഗതം ഒഴിവാക്കി തരാമോ എന്നുള്ളൊരു നിവേദനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ മന്ത്രിസഭയിൽ ആലോചിക്കാതെ അല്ലെങ്കിൽ മുന്നണിയിൽ ആലോചിക്കാതെ അങ്ങനെ അഭിപ്രായം പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് ശരിയായിരിക്കാം. ശരിയാണെങ്കിൽ പോലും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലല്ലോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ. അപ്പോൾ ഒരു തുടക്കത്തിലൊരു വിവാദം ഉണ്ടാക്കി വകുപ്പ് ഒന്ന് മാറ്റി കിട്ടിയാൽ എളുപ്പമായി കാണും. അങ്ങനെ ചിന്തിച്ചായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും ഗണേഷ് കുമാർ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ പറഞ്ഞത് KSRTC ലാഭത്തിലാക്കാം എന്നുള്ള മൗഢ്യ വിചാരമൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം തുടക്കത്തിലെ പറയാനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം KSRTCയുടെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ നാടൻ ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, സ്വിഫ്റ്റ് പോലത്തെ, അതിൽ താൽക്കാലിക ജീവനക്കാരൊക്കെ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. സ്വിഫ്റ്റ് അല്ലാത്ത നമ്മൾ സാധാരണ കാണുന്ന KSRTC അധികം ആയുസില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അതിനോടുള്ള സമീപനവും അത് തന്നെയാണെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രതീക്ഷയൊന്നും അദ്ദേഹത്തിനില്ല. ആ പ്രതീക്ഷ ഇല്ലാത്തതും ആ നിരാശയും ഒക്കെ ഒരു പാതി മനസ്സോടെ ഈ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ, വകുപ്പ് എന്ന് ഞാൻ പറയുന്നത് ഗതാഗത വകുപ്പ് ടോട്ടൽ KSRTC നടത്തിലല്ല, KSRTC ആണ് എൻ്റെ മെയിൻ, അതാണ് ഏറ്റവും വലിയ തലവേദന. അതിൻ്റെ ഒരു വൈമനസ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ അദ്ദേഹം ഇത് പറഞ്ഞാവാനാണ് സാധ്യത. പക്ഷെ അത് അങ്ങനെ ഒരു വലിയ ഒരസലായിട്ട് സംസ്ഥാന സർക്കാരുടെ ഒരസലായിട്ട് പോകുന്നില്ല. അദ്ദേഹം അത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദിന് തോന്നുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഒരു പിഴവ് കെ.ബി. ഗണേഷ് കുമാറിനെ സംഭവിക്കുമോ, അതോ പറഞ്ഞതുപോലെ അജിംസ് പറഞ്ഞതുപോലെ ഒരു താല്പര്യമില്ലാത്ത ഒരു വകുപ്പ് കിട്ടിയതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചതായിരിക്കും?
അല്ല, ഗണേഷ് കുമാർ നമുക്ക് പണ്ടും അറിയാവുന്നതുപോലെ വളരെ പോപ്പുലിസ്റ്റ് സ്വഭാവമുള്ള പ്രതികരണങ്ങൾ എപ്പോഴും നടത്തുകയും ആളുകളുടെ കൈയടി നേടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം തന്നെ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം കുറേ അധികം പ്രസ് മീറ്റ് നടത്തി. ഞങ്ങളെല്ലാവർക്കും കൂടി വാരിക്കൊരു ലൈസൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ലൈസൻസ് കൊടുക്കുന്നതിന് കർക്കശമായ വ്യവസ്ഥകൾ കൊണ്ടുവരും, ഒപ്പം എന്താണ് ഈ റേസിംഗ് ബൈക്കുകൾക്ക് വേണ്ടി പ്രത്യേക ഏരിയ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരത്തിൽ ഓടിക്കാൻ പാടില്ല. അങ്ങനെ പലതരത്തിൽ ജനങ്ങളുടെ കൈയടി വേഗം കിട്ടുന്ന സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അങ്ങനെ പോപ്പുലർ ആവുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. കഴിഞ്ഞ തവണ മന്ത്രിയായിരിക്കുമ്പോഴുണ്ട്. ഇത്തവണ അദ്ദേഹം മന്ത്രിയായതിനു ശേഷമൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതാണ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ നിറയെ ഇദ്ദേഹത്തിൻ്റെ ബൈറ്റുകളാണ് കാണുന്നത്, ഇദ്ദേഹത്തിൻ്റെ റീലുകളാണ് കാണുന്നത്. ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഉണ്ടോ, ഇപ്പോഴാണ് കാലത്തിനനുസരിച്ചുള്ള ഒരു മന്ത്രി വന്ന നിലയ്ക്ക് ചെറുപ്പക്കാരൊക്കെ പോയിരുന്നു, പല പേജിലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം അങ്ങനെ അങ്ങ് പറയും. അല്ല എന്ന് വെച്ചാൽ പുള്ളി എന്താണ് ഒരു ട്രെൻഡ് എന്നൊക്കെ നോക്കിയിട്ട് നന്നായി അങ്ങ് പറയുന്ന ആളാണ്. ഐ തിങ്ക് ആ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണോ എന്ന് എനിക്ക് സംശയം. കാരണം ഇത് നേരത്തെ അജിംസ് പറഞ്ഞൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക എന്നത്. കഴിഞ്ഞ മന്ത്രിയുടെ 2.5 വർഷത്തെ ടൈമിനിടയ്ക്ക് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമായി കൊണ്ടുപോകുന്നുവെന്നും അതെല്ലാ അർത്ഥത്തിലും ഗുണപരവുമാണെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. 1 കിലോമീറ്റർ ഓടിക്കാൻ 26 രൂപയാണ് ചിലവാകുന്നത്. മറ്റ് ഡീസൽ വണ്ടിയേക്കാൾ അപേക്ഷിച്ച് നമുക്കിതിന് ചിലവ് കുറവാണ്. KSRTC ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഭാരവും ഡീസലിൻ്റെ ചിലവാണ്. കോടികളാണ് ഡീസലിൻ്റെ കുടിശ്ശിക വരുന്നത്. അങ്ങനെയാണ് ആ പ്രസ്ഥാനം പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡീസലിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവന്നത്. ലോകത്താകമാനം ഇലക്ട്രിക് ബസ്സുകൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഒന്ന് 10 രൂപ ടിക്കറ്റിൽ ഓടിക്കുമ്പോൾ മറ്റ് തൊഴിലാളികളെ, മറ്റ് ഓട്ടോറിക്ഷക്കാരെയും മറ്റ് ബസ്സുകാരെയും അത് ബാധിക്കുന്നു. രണ്ടാമത്തത് ഈ ഇലക്ട്രിക് ബസ്സുകൾ എത്ര കാലം ഓടുമെന്ന് അത് ഉണ്ടാക്കിയവർക്കും എനിക്കും അറിയില്ല എന്നാണ്. അതൊക്കെ ഭയങ്കര ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉണ്ടാക്കിയ 1 കോടി രൂപ മുടക്കി നമ്മൾ വാങ്ങിക്കുന്ന ബസ്സിന് വാറണ്ടി ഉണ്ടാവില്ല, അത് എത്ര കാലം ഓടിക്കുമെന്ന് അത് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അറിയില്ല, ചൈതന്യ കുന്നംകുളത്ത് ഉണ്ടാക്കുന്നതാണോ? അല്ല. സോ അതുകൊണ്ട് അതൊരു ബാലിശമായ വാദമാണ്. അപ്പോൾ അതല്ല അദ്ദേഹം പറയേണ്ടത്. ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ട് KSRTCക്ക് ഗുണമില്ലെങ്കിൽ അത് KSRTCക്ക് നഷ്ടമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നഷ്ടം ഉണ്ടാക്കുന്നത്? 1 കിലോമീറ്റർ ഓടാൻ ഇത്ര ചെലവാകുന്നു. മറ്റ് മേഖലയെ ബാധിക്കുന്നുള്ളത് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ഗതാഗത മന്ത്രി KSRTCയുടെ മാത്രം കാര്യം നോക്കിയാൽ പോരാ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒപ്പം മറ്റ് സ്വകാര്യ ബസ്സുകളുടെയും ഒക്കെ കാര്യം നോക്കണം. പക്ഷേ KSRTC ഒരു പൊതുമുതലാണ്, അത് വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്നു. അതിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേശസാൽകൃത റൂട്ടുകളൊക്കെ എടുത്തു കളേണ്ടി വരും. KSRTC മാത്രം ഓടുന്ന ദേശസാൽകൃത റൂട്ടുകളുണ്ട്. സ്വകാര്യ ബസ്സുകളെയും ഓട്ടോറിക്ഷക്കാരെയും ബാധിക്കുന്നതുകൊണ്ട് ദേശസാൽകൃത ഇനി വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമില്ലല്ലോ. അപ്പോൾ KSRTCക്ക് ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. അതിനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണിത്. അല്ലാതെ ഓട്ടോക്കാർക്ക് പ്രയാസം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതിന് എത്ര കാലം ഓടുമെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ളത് വളരെ ബാലിശമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വന്ന സമയത്ത് മുതൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷനുമായിട്ട് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഈ പ്രതികരണങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് അദ്ദേഹം സ്ഥാപിക്കേണ്ടത് ഈ കണക്കുകൾ എടുത്ത് വെച്ചിട്ടാണ് ഇത് ഇത്രയും നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇതുകൊണ്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 1 കോടി രൂപ മുടക്കിയാൽ 26 ലക്ഷത്തിന് 4 വണ്ടി വാങ്ങിക്കാം. 4 വണ്ടി വന്നാൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാൻ കഴിയും. ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സിറ്റിയിലെ ഓടിക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രിക് ബസ് ഈ മലയും കുന്നൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഈ 4 ബസ് വാങ്ങിച്ചാൽ അത് നമുക്ക് പല ടെറൈനിൽ ഓടിക്കാൻ പറ്റും എന്നതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ എപ്പോഴും അങ്ങനത്തെ വണ്ടികൾ മാത്രം ഓടിക്കുക, സിറ്റിക്ക് വേണ്ടി ഒരു പ്ലാൻ വേണ്ട എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മനസ്സിലാകും. അദ്ദേഹം വളരെ ആധുനിക കാഴ്ചപ്പാടുള്ള ആളാണെങ്കിൽ നഗരങ്ങളെക്കുറിച്ചും നഗരങ്ങളിലെ ഗതാഗത സംസ്കാരത്തെക്കുറിച്ചും പൊല്യൂഷനെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാടും വെച്ച് പുറത്തേണ്ട ആളാണ്. ഒന്നാമത്തേത്. 2, ഒരു സർക്കാർ നയത്തിനെതിരെ ഇൻസ്റ്റഗ്രാം റീലിന് വേണ്ടി പറയുന്ന പോലെ പറയാൻ പാടില്ല. ഒരു സർക്കാർ നയമാണ്. പിണറായി വിജയനാണ് ആദ്യമായിട്ട് ഈ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഇത് സർക്കാരിൻ്റെ നയമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഫണ്ട് വാങ്ങിച്ചിട്ട് ഓടിക്കുന്നതാണ്. അപ്പോൾ ആ നയത്തിനെതിരെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് കാണിക്കണം. അപ്പോൾ നോക്കൂ, PA മുഹമ്മദ് റിയാസ് മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരുപാട് റിയൽ മൊമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ റിയൽ മൊമെൻറ്റിൽ മാത്രമല്ല അദ്ദേഹം നിൽക്കുന്നത്, കുറച്ചുകൂടി അദ്ദേഹം ആ വകുപ്പിനകത്ത് സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് കുറച്ചുകൂടി കാര്യഗൗരവം കാണിക്കേണ്ടതാണ്. നേരത്തെ അജിംസ് പറഞ്ഞാൽ ഇപ്പം ഈ പ്രശ്നം ഇതാണോ, അതായത് KSRTCയോട് സംസ്ഥാന സർക്കാരിനുള്ള സമീപനം നമുക്കറിയാം. കാരണം സംസ്ഥാന സർക്കാർ മറ്റു പലതിനും പണം മുടക്കുമ്പോഴും KSRTCയിൽ തൊഴിലെടുത്ത തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഒരാളുടെ അധ്വാനം വാങ്ങിക്കുക, പകരമായിട്ട് കൂലി കൊടുക്കുന്നില്ല എന്ന സമീപനം സർക്കാർ എടുക്കുന്നുണ്ട്. പരമാവധി വൈകി ഫെസ്റ്റിവൽ സീസണിൽ പോലും അവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുക, ശമ്പളം ഒട്ട് കിട്ടുന്നുമില്ല. സർക്കാർ എടുത്ത ആളുകളാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരുതരം പൂട്ടിപ്പോട്ടെ സമീപനം സർക്കാരിനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കിടന്ന് വെള്ളം കോരിയിട്ട് കാര്യമുണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ ഗണേഷ് കുമാർ ആലോചിക്കുക. പക്ഷേ ആഫ്റ്റർ ഓൾ ഇത് സർക്കാരിൻ്റെ നയമാണ് ഗണേഷ് പറയേണ്ടത്. സർക്കാരിന് അങ്ങനെ നയം ഇല്ലെങ്കിൽ ആ പറയുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയെല്ലാം ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ അത് ഗണേഷ് അല്ല പറയേണ്ടത്, ഗവൺമെൻറ് പറയണം എന്നാണ്. യെസ്, അതാണ്. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്താതെ കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി പഠിച്ചു വേണം ഒരു പ്രസ്താവന ഇറക്കാൻ എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. എന്തായാലും കൂടുതൽ വിവാദമാക്കാതെ മുന്നണി ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.